ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തിയറിയുടെ ഡെഫിനിഷൻ പാർട്ടായിരുന്നു. ഇനി അടുത്ത് നോക്കാനുള്ളത് എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് ഓഫ് തിയറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, തിയറി എന്നത് എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരണം നൽകുന്ന ഒരു കൂട്ടം ആശയങ്ങളാണ്. ഒരു സിദ്ധാന്തം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിയറി. അപ്പം നമ്മൾ ഒരു തിയറി അല്ല, ഒരു വീട് വെക്കുകയാണെന്ന് വിചാരിക്കാം. അതിനുണ്ടാവും നമ്മൾ ആദ്യം സ്ഥലം സെറ്റ് ചെയ്യണം. എന്നിട്ട് ചില അവരുടെ കാസ്റ്റ് ആയാലും റിലീജിയനൊക്കെ അനുസരിച്ച് കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ സെറ്റാക്കും. പിന്നെ തറ കെട്ടണം. അങ്ങനെ ഒരുപാട് പാർട്ടായിട്ട് പോകും. അതുപോലെ തിയറിക്കും അതേപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ്, പിന്നെ ഡെഫിനിഷൻ, വേരിയബിൾസ്, സ്റ്റേറ്റ്മെൻറ്റ്, ഫോർമാറ്റ്, ഇങ്ങനെയുള്ള 5 ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് കൺസെപ്റ്റ്. സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ആശയങ്ങൾ. ആശയങ്ങൾക്കൊരു ഏകീകൃത അർത്ഥമുണ്ടായിരിക്കും. ആശയങ്ങൾ അമൂർത്തമായിരിക്കും. ആശയങ്ങൾ പലപ്പോഴും ദൈനംദിന ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ച് പ്രകടമാകുന്നു. ധാരാളം കൺസെപ്റ്റ് ചേർന്നതാണ് തിയറി. കൺസെപ്റ്റിന് ഉദാഹരണമാണ് മതം, കുടുംബം, പദവി, റോൾ, സ്റ്റാറ്റസ് എന്നിവയൊക്കെ. 2 തരം കൺസെപ്റ്റ് ഉണ്ട്: കോൺക്രീറ്റ് കൺസെപ്റ്റും അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റും. കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്നത് ഒരു പ്രത്യേക സ്ഥലമോ കാലമോ ഏതെങ്കിലും ഒരു സാമൂഹിക പ്രതിഭാസവുമായിട്ട് ബന്ധിപ്പിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബന്ധിപ്പിച്ച് പരാമർശിക്കുന്നില്ലെങ്കിൽ അതിനെ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നു. അടുത്തത് ഡെഫിനിഷൻസ്. നിർവചനങ്ങളിൽ നിന്നാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത്. ആശയം സൂചിപ്പിക്കുന്ന പ്രതിഭാസത്തെ ദൃശ്യവൽക്കരിക്കാൻ നിർവചനം സഹായകമാകുന്നു. അതായത് ഒന്നിലധികം സാമൂഹിക യൂണിറ്റുകൾ തമ്മിലുള്ള വൈരുദ്ധ്യപരമായ ആശയവിനിമയമാണ് സംഘർഷം. ഒരാശയത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അടുത്തത് വേരിയബിൾസ്. മാറ്റത്തിന് വിധേയമാകുന്ന വസ്തുക്കളാണ് വേരിയബിൾസ്. വ്യത്യസ്ത വ്യക്തികൾ, ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ എന്നിവയിലുടനീളം അളക്കാൻ കഴിയുന്ന സ്വഭാവ സവിശേഷതകളോ പെരുമാറ്റങ്ങളോ ആട്രിബ്യൂട്ട്സ്, ഇവയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രത്തിലെ ശാസ്ത്രീയ രീതിക്ക് അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് വേരിയബിൾസ്. സാമൂഹിക പ്രതിഭാസങ്ങളെ അളക്കുന്നതിനും വർഗീകരിക്കുന്നതിനുമുള്ള ഒരു മാർഗമാണ് വേരിയബിൾസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു സമൂഹത്തിലെ സാമ്പത്തിക നില മനസ്സിലാക്കാൻ ആ സമൂഹത്തിലെ വരുമാനം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ തുടങ്ങിയ വേരിയബിൾസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ്. തിയറിയിലെ ആശയങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് അവ സ്റ്റേറ്റ്മെൻ്റ് ആക്കുന്നു. ആശയങ്ങൾ തമ്മിലുള്ള അത്തരം ബന്ധങ്ങൾ കണ്ടെത്തലാണ് തിയററ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ധർമ്മം. ഇതിലൂടെ ആശയങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിയറിയിലെ കൺസെപ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് സ്റ്റേറ്റ്മെൻ്റ് ആക്കുന്നത്. ഇത് ആ ഒരു തിയറിയെ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. അടുത്തത് ഫോർമാറ്റ്. തിയററ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുമിച്ച് ചേർക്കുമ്പോൾ അവ ഒരു സൈദ്ധാന്തിക ഫോർമാറ്റുകളായി മാറുന്നു. വ്യത്യസ്ത സ്റ്റേറ്റ്മെൻറ്റിനെ ഗ്രൂപ്പുകളാക്കുന്നതിനെയാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിന് വിവിധ മാർഗങ്ങളുണ്ട്. സോഷ്യോളജിയിലെ പ്രധാന സൈദ്ധാന്തിക വിവാദങ്ങളിലൊന്നാണ് സൈദ്ധാന്തിക പ്രസ്താവനകളെ വികസിപ്പിക്കുന്നതിനും അവയെ ഒരു ഫോർമാറ്റിൽ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള മികച്ച മാർഗത്തെക്കുറിച്ചുള്ള വ്യത്യാസങ്ങൾ. സൈദ്ധാന്തിക പ്രസ്താവനകളെ ഫോർമാറ്റുകളായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് സംബന്ധിച്ച് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു തിയറി ഡെവലപ്പ് ചെയ്യേണ്ട ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്: കൺസെപ്റ്റ്, ഡെഫിനിഷൻ, വേരിയബിൾ, സ്റ്റേറ്റ്മെൻറ്റ്, ഫോർമാറ്റ്. ഇനി ഏത് ടൈപ്പ് ഫോർമാറ്റിലാണ് ആ തിയറി ഉണ്ടാക്കേണ്ടത് എന്നാണ് അടുത്തത്. അതിന് 5 സ്കീമുകൾ പറയുന്നുണ്ട്. മെറ്റാ തിയററ്റിക്കൽ സ്കീം, അനലിറ്റിക്കൽ സ്കീം, ഡിസ്കേഴ്സീവ് സ്കീം, പ്രിപ്പോസിഷണൽ സ്കീം, മോഡലിംഗ് സ്കീം. ആദ്യത്തേത് മെറ്റാ തിയററ്റിക്കൽ സ്കീം. മെറ്റ എന്നാൽ പിന്നീട് സംഭവിക്കുന്നത്, തുടർച്ചയായ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു സിദ്ധാന്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള മുൻവ്യവസ്ഥയാണ് മെറ്റാ തിയററ്റിക്കൽ സ്കീം. മെറ്റാ തിയററ്റിയുടെ വക്താക്കൾ പറയുന്നത് ഫണ്ടമെൻ്റൽ എപ്പിസ്റ്റമോളജിക്കായതും മെറ്റാഫിസിക്കലായതുമായ ചോദ്യങ്ങൾക്ക് പരിഹാരം കാണാതെ ഒരു സിദ്ധാന്തം വികസിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. 3 ചോദ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ആദ്യത്തേത്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരിക്കും? 2, സിദ്ധാന്തം വികസിപ്പിക്കുന്നതിനുള്ള ഉചിതമായ മാർഗം ഏതാണ്? 3, സാമൂഹിക സിദ്ധാന്തം കേന്ദ്രീകരിക്കേണ്ട നിർണായക പ്രശ്നം എന്താണ്? ഒരു സിദ്ധാന്തം അഭിസംബോധന ചെയ്യേണ്ട അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ,
ഒരു തിയറി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. അടുത്തത് അനലിറ്റിക്കൽ സ്കീം. സാമൂഹിക പ്രപഞ്ചത്തിലെ അടിസ്ഥാന ഗുണങ്ങളെയും അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു വർഗീകരണ പദ്ധതിയാണിത്. അനലിറ്റിക്കൽ സ്കീമുകൾ പലതരത്തിലുണ്ട്. നാച്ചുറലിസ്റ്റിക് സ്കീമും സെൻസിറ്റൈസിങ് സ്കീമും. നാച്ചുറലിസ്റ്റിക് സ്കീം പ്രപഞ്ചത്തിലെ മാറ്റമില്ലാത്ത സ്വഭാവ സവിശേഷതകളെ ക്രമപ്പെടുത്തുന്ന രീതിയാണ്. സെൻസിറ്റൈസിങ് സ്കീം ചില നിർണായക പ്രക്രിയകളിലേക്ക് ഗവേഷകരെയും സൈദ്ധാന്തികരെയും ബോധവൽക്കരിക്കാനും ഓറിയൻറ്റ് ചെയ്യാനും ലക്ഷ്യമിട്ടിട്ടുള്ള ആശയങ്ങളാണ്. സമൂഹത്തിലെ പ്രതിഭാസങ്ങളെ വളരെ വിശദമായി അനലൈസ് ചെയ്ത് ഫോർമാറ്റ് ഉണ്ടാക്കുന്ന രീതിയാണിത്. ഡിസ്കേഴ്സീവ് സ്കീം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ സാങ്കേതിക പദങ്ങളെല്ലാം ഒഴിവാക്കി വളരെ ലളിതമായി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഫോർമാറ്റാണ് ഡിസ്കേഴ്സീവ് സ്കീം. സോഷ്യോളജി അടക്കമുള്ള മിക്ക സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലും ഈ ഒരു രീതിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പ്രപ്പോസിഷൻ സ്കീം. രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു സൈദ്ധാന്തിക പ്രസ്താവനയാണിത്. ഒരാശയത്തിലെ വ്യതിയാനം മറ്റൊന്നിലെ വ്യതിയാനത്തെ എങ്ങനെ മാറ്റത്തിന് വിധേയമാക്കുന്നുവെന്ന് ഈ രീതി വ്യക്തമാക്കുന്നു. ഈ പ്രപ്പോസിഷണൽ സ്കീം രണ്ട് രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒന്ന്, അമൂർത്തതയുടെ നില. രണ്ട്, നിർദ്ദേശങ്ങൾ ഫോർമാറ്റുകളായി ക്രമീകരിച്ചിരിക്കുന്ന രീതി. 3 തരം പ്രപ്പോസിഷണൽ സ്കീമുണ്ട്. 1 അക്സിയോമാറ്റിക് ഫോർമാറ്റ്, 2 ഫോർമൽ ഫോർമാറ്റ്സ്, 3 എംപെരിക്കൽ ഫോർമാറ്റ്. അക്സിയോമാറ്റിക് ഫോർമാറ്റും ഫോർമൽ ഫോർമാറ്റും തിയററ്റിക്കലാണ്. എംപെരിക്കൽ ഫോർമാറ്റ് പരീക്ഷണാത്മക ഫോർമാറ്റാണ്. അക്സിയോമാറ്റിക് ഫോർമാറ്റിൽ അബ്സ്ട്രാക്ട് കൺസെപ്റ്റും കോൺക്രീറ്റ് കൺസെപ്റ്റും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉൾപ്പെടുന്നു. ഫോർമൽ ഫോർമാറ്റിൽ അനുഭവപരമായ സംഭവങ്ങൾ വിശദീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അക്സിയോമാറ്റിക് തിയറിയേക്കാൾ അയവുള്ളതാണ് ഫോർമൽ തിയറി. മിക്ക പ്രപ്പോസിഷൻ സ്കീമും ഫോർമൽ ടൈപ്പാണ്. ലാസ്റ്റ് വണ്ണാണ് അനലിറ്റിക്കൽ മോഡലിംഗ് സ്കീം. സാമൂഹിക സംഭവങ്ങളുടെ ഒരു ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക്കലായി വിശദീകരിക്കുന്ന രീതിയാണ് അനലിറ്റിക്കൽ മോഡലിംഗ് സ്കീം. ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇത്. ഇതിൽ 3 കാര്യങ്ങളുണ്ടായിരിക്കും. 1 കൺസെപ്റ്റ്, അതായത് ഒരു സോഷ്യൽ ഇവൻറ്റ് എന്തിനെ പറ്റിയാണോ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉള്ളത് അത്. 2 അത് ലളിതമായിരിക്കും, അതായത് നമ്മൾ കാണുന്ന കാഴ്ചക്കാരന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 അതിൽ സിംബൽസ് ഉണ്ടായിരിക്കും, അതായത് അതിപ്പം അവിടെ അതിലുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആരോസോ അല്ലെങ്കിൽ ലൈൻസോ വെച്ചിട്ടുള്ള സിംബൽസ് ഉണ്ടായിരിക്കും. ഇത് 2 ടൈപ്പ് ഉണ്ട്, അനലിറ്റിക്കൽ മോഡൽസും കാഷ്വൽ മോഡൽസും. അനലിറ്റിക്കൽ മോഡൽസ് കൂടുതൽ അമൂർത്തമായതും പ്രപഞ്ചത്തിലെ ഗുണങ്ങളെ എടുത്തു കാണിക്കുന്നതുമാണ്. കാഷ്വൽ മോഡൽസ് അനുഭവപരമായ അടിസ്ഥാനമുള്ളവയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിയറിയാണ്. ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടങ്ങൾ. ആദ്യം ഡെഫിനിഷനാണ്. നമ്മളൊരു നിർവചനം ഉണ്ടായിരിക്കും. ആ നിർവചനം എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഒരു കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ആ ഒരു കൺസെപ്റ്റ് ആശയങ്ങൾ ചേർന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വിവിധ ഫോർമാറ്റുകളാക്കുന്നു. അത്തരം ഫോർമാറ്റുകളാണ് മെറ്റാ തിയററ്റിക്കൽ സ്കീം, അനലിറ്റിക്കൽ സ്കീം, ഡിസ്കേഴ്സീവ് സ്കീം, പ്രപ്പോസിഷണൽ സ്കീം, മോഡലിംഗ് സ്കീം. മെറ്റാ തിയററ്റിക്കൽ സ്കീം എന്നത് ഏത് വിധത്തിൽ തിയറി ഉണ്ടാക്കിയാൽ കൂടുതൽ ഫലവത്താകും എന്ന് ഡീൽ ചെയ്യുന്ന സ്കീമാണിത്. ഒന്നിലധികം സമാന സ്വഭാവമുള്ള തിയറികളെ ഒന്നിച്ച് പ്രസ്താവിക്കുന്നതാണ് മെറ്റാ തിയററ്റിക്കൽ സ്കീം. രണ്ടാമത്തത് അനലിറ്റിക്കൽ സ്കീം. ഇതൊരു ക്ലാസിഫിക്കേഷൻ സ്കീമാണ്. നമ്മൾ സോഷ്യൽ യൂണിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്ത് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ. അടുത്തത് ഡിസ്കേഴ്സീവ് സ്കീം, അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാങ്കേതിക പദങ്ങളെല്ലാം ഒഴിവാക്കി ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫോർമാറ്റാണിത്. അടുത്തത് പ്രപ്പോസിഷണൽ സ്കീം, അതായത് ഒന്നിലധികം വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണിത്. ലാസ്റ്റ് വണ്ണാണ് അനലിറ്റിക്കൽ മോഡലിംഗ് സ്കീം. ഇതെന്ന് പറഞ്ഞത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇതിൽ നമ്മൾ എന്താണ് ഒരു സോഷ്യൽ ഇവൻറ്റ്, നമ്മളാ ഒരു കൺസെപ്റ്റ് അതെന്താണോ അത് കറക്റ്റായിട്ടുണ്ടായിരിക്കും. പിന്നെ അത് വളരെ ലളിതമായിട്ടായിരിക്കും, കാരണം കാഴ്ചക്കാരന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ആ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. ഇതിൽ സിമ്പിൾസ് ഉണ്ടായിരിക്കും, ലൈൻസോ ഏരോസോ ഒക്കെ വെച്ചിട്ട് ഒരുപാട് അടയാളപ്പെടുത്തലുണ്ടായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. താങ്ക് യു.